സൂത്രവാക്യം ഡയറക്റ്റഡ് ബൈ യൂജീൻ. ഈ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. പക്ഷെ ഇതിനെപ്പറ്റി അങ്ങനെ ആരും റിവ്യൂ ചെയ്യുന്നതായിട്ട്, ഓഡിയൻസ് റെസ്പോൺസ് അല്ലാതെ ആരും അങ്ങനെ റിവ്യൂ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ ട്രെയിലർ കണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂവി ആവുമെന്ന് തോന്നിയിട്ട് തന്നെയാണ് സിനിമക്ക് പോയതും. സിനിമ അങ്ങനെ തന്നെയാണ്, അത്യാവശ്യം നല്ല രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സിനിമ ഇഷ്ടമായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഭയങ്കര ഗംഭീര സാധനമാണെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു മൂവിയാണെന്നും ഇല്ല. ബട്ട് സ്റ്റിൽ ഒരു സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ കണ്ട്, ഒരിക്കലും ഒരു സിനിമ കണ്ടു കഴിയുന്ന സമയത്ത് ഒരു മോശം മൂവി അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് പേഴ്സണലി വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു സിനിമൻ്റെ പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുഴപ്പം സെക്കൻഡ് ഹാഫിലാണ്. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല രീതിയിൽ ഫസ്റ്റ് ഹാഫിൽ ഈ ഷൈൻ ടോമിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് പോലീസുമാണ്. പക്ഷെ അതിന്റെ സൈഡിൽ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ പോലീസ് സ്റ്റേഷന്റെ മേലെ തന്നെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സംഭവം, അതിന്റെ ഇടയിൽ നടക്കുന്ന തമാശകൾ, മറ്റേ ഷൈൻ ടോമിന്റെ ക്യാരക്ടർ എന്താണ്, പിന്നെ വിൻസി ഇതിൽ ഉണ്ടല്ലോ, വിൻസി ഷൈൻ ടോം അതിന് നല്ല പ്രശ്നം, ഈ സിനിമേന്റെ സെറ്റിൽ വെച്ചിട്ടാണ് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നത് പറയുന്നത്. ഞാൻ അത് പ്രൊമോഷന്റെ ഭാഗമായിരുന്നോ ഇല്ലെന്ന് നമുക്കറിയില്ല. നമ്മൾ വെറുതെ പറഞ്ഞിങ്ങനെ ചാടി കളിച്ചൊരു കാര്യമില്ലല്ലോ. അപ്പോൾ വിൻസി ഈ ഒരു സിനിമയിൽ നല്ല റോൾ ടീച്ചറായിരുന്നു. ടീച്ചറിന്റെ ലുക്ക് ഉണ്ടായിരുന്നു, നല്ല പറയാലോ, നല്ല കിട്ടിയ റോള് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഷൈൻ ടോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഷൈൻ ടോം. നല്ലൊരു പോലീസുകാരൻ എന്നുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഷൈൻ ടോമിൻ്റെ. ഷൈൻ ടോം നല്ല നീറ്റായിട്ട് ഷൈൻ ടോമിനെ നിങ്ങൾക്ക് കാണാം. അതായത് ഇന്റർവ്യൂവിൽ ഇങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ ഷൈൻ ടോമിനെ നിങ്ങൾക്ക് ഇതിൽ എവിടെ കാണാൻ പറ്റില്ല. പക്ഷെ അങ്ങനത്തെ ഇന്റർവ്യൂവിൽ മറ്റേ നമ്മൾ ക്രിസ്റ്റഫർ സിനിമയിലൊക്കെ ഷൈൻ ടോം അങ്ങനത്തെ ഇന്റർവ്യൂവിൽ എന്താണ് കാണിക്കുന്നത്, അതേ ക്യാരക്ടറിനെ ഷൈൻ ടോം ഈ സിനിമയിലും വന്ന് ചെയ്യുമ്പോൾ പറഞ്ഞ മുക്കാഭാഗം മനസ്സിലാവാത്ത പ്രശ്നമൊക്കെ ഉണ്ടാവില്ലുണ്ട്. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയൊന്നുമില്ല. ഒരു പക്കാ നീറ്റ് ക്യാരക്ടർ ഷൈൻ ടോമിൻ്റെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമ ഞാൻ പറഞ്ഞ പോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ച് കുട്ടികളെ പഠിപ്പിക്കണം, അവരുടെ നടക്കുന്ന സംഭവങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഇങ്ങനെയാണ് ഫസ്റ്റ് ഹാഫ് പോവാണ്. ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ അവർ എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ ബോറടിയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫ് കിടക്കുന്ന സമയത്ത് മൊത്തത്തിലൊരു സീരിയസ് മോഡാണ്. മൊത്തത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഷൈൻ ടോം ഒരു സംഭവം അന്വേഷിക്കുകയാണ്. അവിടെയാണ് സിനിമ ഒന്ന് ബാക്കിലേക്ക് പോയതായിട്ട് തോന്നിയത്. ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് ബോറിംഗ് ആയിപ്പോയി. അതായത് ഒരു ക്ലീഷ ഇല്ലാന്നുണ്ടെങ്കിൽ, ക്ലീഷ എന്നുള്ളതല്ല, ഭയങ്കര ഒരു സ്ക്രിപ്റ്റ് ഭയങ്കര ആ ഒരു ടൈമിന് ഫ്ലാറ്റ് ആയിപ്പോയി. ഒരു സെക്കൻഡ് ഹാഫിൽ പിന്നെ കുറച്ചെങ്കിലും ഒന്നൊരു ഈ സിനിമയുടെ എൻഡ് ചെയ്യണ സമയത്ത് ഒരു ഇമോഷണൽ കണക്ഷന് തെരിയിപ്പിക്കാൻ നോക്കിയിട്ടാണ് എൻഡ് ചെയ്യണത്. കുറേയൊക്കെ വർക്കായിട്ട്, കുറേയൊക്കെ അല്ല, അത് മുഴുവനായിട്ട് എനിക്ക് പേഴ്സണലി വർക്കായിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കരഞ്ഞു മെഴുകിയെന്നല്ല, ആ ഒരു അവസ്ഥ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കുറച്ച് സമയം എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ വലിയണ പോലെ തോന്നി. ആ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിക്കണ പോലെ ഇങ്ങനെ വലിയണ പോലെ തോന്നി, മനസ്സിലായില്ല. അപ്പോൾ അവിടെയാണ് എനിക്ക് സിനിമ കുറച്ചൊന്ന് ബാക്കിക്കായി പോയി എന്നുള്ളത് തോന്നിയത്. പിന്നെ അതേപോലെ തന്നെ മ്യൂസിക് ചില സമയത്ത് ഭയങ്കര സൗണ്ട്, ഭയങ്കര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെവി ഒത്തില്ല, അങ്ങനത്തെ രീതിയിലാണ് ചില സമയത്ത് ഇതിൽ മ്യൂസിക് വരുന്നത്. ചില സമയത്ത് നല്ല രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഷൈൻ ടോം ആണെങ്കിൽ വിൻസി ആണെങ്കിൽ പിന്നെ ഇതിൽ സ്കൂൾ സ്റ്റുഡൻസ് ആയിട്ട് കുറച്ച് ആൾക്കാരെ ചെക്കന്മാരെ അഭിനയിച്ചിട്ട് അതിലൊരു പെണ്ണുണ്ട്, കിട്ടിയിലും പെർഫോമൻസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആ പെണ്ണ്, അത് മുപ്പത്തിൻ്റെ പേര് എനിക്കറിയില്ല. ഒരു സ്കൂൾ സ്റ്റുഡൻ്റ് ആയിട്ട് 10th പ്ലസ് 2 എന്തോ പഠിക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അറിയില്ല, സിനിമ ഒരിക്കലും വലിയ ബിഗ് ബഡ്ജറ്റ് സാധനം അങ്ങനെയൊന്നല്ല. അതൊക്കെ വെച്ച് നോക്കുന്ന ടൈമിൽ സിനിമ നല്ല സിനിമയാണ്. അതൊക്കെ വെച്ച് നോക്കിയാലേ അത് സിനിമ ഇഷ്ടപ്പെട്ടുള്ളൂ എന്നല്ല, അല്ലെങ്കിലും മുഖ്യ ആൾക്കാർക്ക് ഒരു സിനിമ ഇഷ്ടപ്പെടാൻ തന്നെയാണ് സാധ്യത. എനിക്കും സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പിന്നെ ഏതൊരു സിനിമയ്ക്കും നമുക്ക് അവിടെയും ഇവിടെയൊക്കെ ഒന്നും ഇഷ്ടപ്പെടാതെ പോകുമല്ലോ. അങ്ങനത്തെ പ്രശ്നം മാത്രമേ സിനിമയിൽ തോന്നിയിട്ടുള്ളൂ. സെക്കൻഡ് ഹാഫ് കുറേ കൂടി ഞാൻ പറയില്ല, ഈ ഇൻവെസ്റ്റിഗേഷൻ പാർട്ടിലേക്ക് കിടക്കുന്ന സമയത്ത് കുറേ കൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള സാധനങ്ങൾ ഇവർ കൊണ്ടുവരുന്നിരുന്നു, മനസ്സിലായി. അപ്പോൾ ആ സമയത്ത് ഈ അതുവരെ കിട്ടിയ ക്യാരക്ടേഴ്സിനോട് നമുക്ക് തോന്നിയൊരു കണക്ഷൻ ഉണ്ടാവും ഈ ഫസ്റ്റ് ഹാഫിലൊക്കെ. അത് പിന്നെ അങ്ങനത്തെ ഒരു കണക്ഷൻ കിട്ടുന്നത് പിന്നെ ക്ലൈമാക്സിലാണ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്ലൈമാക്സിലാണ് കിട്ടുന്നത്. അപ്പോൾ ആ സിനിമനെ അത്രയും ബാക്കിക്ക് ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് വലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതല്ലാതെ ബട്ട് സ്റ്റിൽ സിനിമ നല്ലൊരു സിനിമ, മൊത്തത്തിൽ നമ്മൾ നോക്കുന്ന ടൈമിൽ നല്ലൊരു സിനിമ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ടോക്സ് സൈനിങ് ഔട്ട്.